യുക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി യുക്രൈൻ തലസ്ഥാനമായ കീവ് വിടാൻ വിദേശ പൗരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും കർശന മുന്നറിയിപ്പ് നൽകി റഷ്യ. ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ കനത്ത ആക്രമണം ഉണ്ടാകുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് റഷ്യ ഇപ്പോൾ യുക്രൈൻ തലസ്ഥാനത്ത് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിവരുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിദേശികൾക്ക് ഈ രാജ്യം വിടാനുള്ള അന്ത്യശാസനം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് ഇത്തവണ മോസ്കോ യുദ്ധഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. യുക്രൈൻ നഗരങ്ങളെ തകർക്കാൻ റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയതും മാരകവുമായ മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ 25ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യയുടെ ഏറ്റവും പുതിയ മധ്യദൂര ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈലായ ഒറേഷ്നിക് ഉപയോഗിച്ചായിരുന്നു റഷ്യ യുക്രൈൻ നഗരങ്ങളെ ഒന്നടങ്കം നടുക്കിയത്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകളെ തടുക്കാൻ നിലവിലത്തെ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നത് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനു പുറമെ 100ലധികം മിസൈലുകളും 600ഓളം ഡ്രോണുകളുമാണ് റഷ്യ ഈ ആസൂത്രിത ആക്രമണത്തിനായി ഒരൊറ്റ ഘട്ടത്തിൽ മാത്രം ഉപയോഗിച്ചത്. യുക്രൈൻ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നടത്തിയ നീക്കങ്ങൾക്കുള്ള കൃത്യമായ പ്രതികാരമാണിതെന്ന് റഷ്യ പരസ്യമായി വ്യക്തമാക്കുന്നുണ്ട്. റഷ്യൻ അധിനിവേശത്തിലുള്ള ലുഹാൻസിക് മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടിരുന്നു. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി എന്ന നിലയ്ക്കാണ് കീവിനെ പൂർണ്ണമായും നിശ്ചലമാക്കാനും വൻതോതിലുള്ള വ്യോമാക്രമണം അഴിച്ചുവിടാനുമുള്ള നീക്കത്തിലേക്ക് മോസ്കോ ഇപ്പോൾ വേഗത്തിൽ കടന്നിരിക്കുന്നത്. കേവലം സാധാരണ കെട്ടിടങ്ങളെയല്ല, മറിച്ച് യുക്രൈന്റെ പ്രതിരോധ ശേഷിയെ തന്നെ തകർക്കുകയാണ് റഷ്യൻ മിസൈലുകളുടെ ലക്ഷ്യം. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം യുക്രൈന്റെ സൈനിക കമാൻഡിംഗ് പോസ്റ്റുകൾ, തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകേന്ദ്രങ്ങൾ, വൻകിട പ്രതിരോധ വ്യാവസായിക ശാലകൾ എന്നിവയാണ് റഷ്യ വരും ദിവസങ്ങളിൽ തകർക്കാൻ പോകുന്നത്. റഷ്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ നഗരകേന്ദ്രങ്ങളും തങ്ങളുടെ റഡാർ പരിധിയിലാണെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ അത്യാധുനിക മിസൈലുകളുടെ കരുത്തിൽ റഷ്യ നടത്തുന്ന ഈ കടന്നാക്രമണം യുക്രൈനെ മാത്രമല്ല, പശ്ചാത്തലത്തിൽ സമാധാനം കാംക്ഷിക്കുന്ന ലോകരാജ്യങ്ങളെ ആകെ വലിയൊരു സുരക്ഷാ ഭീതിയിലേക്കാണ് തള്ളിവിടുന്നത്. കീവ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രതിരോധ ഭരണ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് റഷ്യ തങ്ങളുടെ ആയുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുമ്പോൾ വിദേശ പൗരന്മാർക്കോ നയതന്ത്ര പ്രതിനിധികൾക്കോ അപായം സംഭവിക്കാതിരിക്കാനാണ് റഷ്യ ഇപ്പോൾ ഈ കടുത്ത അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. യുക്രൈന്റെ യുദ്ധ മുന്നേറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് ഇത്തവണ റഷ്യൻ മിസൈലുകളുടെ പ്രധാന ലക്ഷ്യം. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം യുക്രൈന്റെ സൈനിക കമാൻഡിംഗ് പോസ്റ്റുകൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാന ഭരണകേന്ദ്രങ്ങൾ, വൻകിട പ്രതിരോധ വ്യാവസായിക ശാലകൾ എന്നിവയാണ് റഷ്യ വരും ദിവസങ്ങളിൽ ലക്ഷ്യമിടുന്നത്. റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന യുക്രൈന്റെ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ നഗരകേന്ദ്രങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ഈ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും നഗരത്തിലെ ജനസാന്ദ്രതയേറിയ മേഖലകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കീവിലെ ജനവാസ കേന്ദ്രങ്ങളിലും വാണിജ്യ മേഖലകളിലുമായി ഇത്തരം സൈനിക ഭരണപരമായ കേന്ദ്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതിനാൽ വൻ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ വിദേശ പൗരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകാനിടയിലുള്ള വൻ അപകടങ്ങൾ ഒഴിവാക്കാനാണ് റഷ്യ ഈ മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്നതെന്നാണ് മോസ്കോ അവകാശപ്പെടുന്നത്. വ്യോമാക്രമണം ആരംഭിച്ചാൽ നഗരത്തിലെ നയതന്ത്ര കാര്യാലയങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷിത മേഖലകളിൽ പോലും മിസൈൽ അവശിഷ്ടങ്ങൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യയുടെ ഈ അപ്രതീക്ഷിത അന്ത്യശാസനം വിദേശ രാജ്യങ്ങളെ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളിലേക്ക് നയിച്ചിട്ടുണ്ട്. സാധാരണയായി ഇത്തരം ആക്രമണ മുന്നറിയിപ്പുകൾ റഷ്യ മുൻകൂട്ടി നൽകാറില്ല. എന്നാൽ ഇത്തവണ വിദേശികൾക്ക് ഉടൻ തന്നെ കീവ് വിടണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് വരാനിരിക്കുന്ന വ്യോമാക്രമണം എത്രത്തോളം മാരകവും വിനാശകരമായിരിക്കും എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. റഷ്യയുടെ ഈ അടിയന്തര മുന്നറിയിപ്പോടെ ഇന്ത്യ ഉൾപ്പെടുന്ന വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെയും നയതന്ത്ര പ്രതിനിധികളെയും കീവിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിലനിൽക്കെ തന്നെ റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത് പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ യൂറോപ്പിലും വലിയൊരു യുദ്ധ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്.